Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the term overtime. Today we are going to discuss time rate system of wage payment and its advantages. This is one of the important method of wage payment system. Let's start today's topic, time rate system. What is time rate system? This is the simplest, oldest and most common method of wage payment. This is the simplest and oldest and most common method of wage payment system. Under this method, the wages are calculated on the basis of time spent on job irrespective of their volume of output. Under this method, wages are calculated on the basis of time spent. എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തു ആ ടൈമിൻ്റെ ബേസിലായിരിക്കും എന്ത് കൊടുക്കുക, വേജസ് പ്രൊവൈഡ് ചെയ്യുക, ഇറസ്പെക്റ്റീവ് ഓഫ് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. ഓക്കെ, ദ ടൈം മേ ബി ആൻ അവർ, എ ഡേ, എ വീക്ക് ഓർ എ മന്ത്. അപ്പം നമ്മൾ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താകാം, ഒന്നുകിൽ ഒരു മണിക്കൂറിന് എത്ര ആയിട്ടാകാം, അല്ലെങ്കിൽ ഒരു ഡേയിൽ എത്ര രൂപയെന്നായിരിക്കാം, അല്ലെങ്കിൽ വീക്കിലി എത്ര ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മന്തിൽ എത്ര രൂപയായിരിക്കാം. അങ്ങനെ ആയിരിക്കാം നമ്മൾ എന്ത് ചെയ്യുക, വേജസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, under this method wages is calculated by using the following formula. Wages is equal to time worked into a rate of wages per hour. ടൈം വർക്ക്ഡ് ഇൻറ്റു റേറ്റ് ഓഫ് വേജസ് പെർ അവർ. ഒരു മണിക്കൂറിൻ്റെ റേറ്റ് എത്രയാണ്, അത് ഇൻറ്റു ടൈം വർക്ക്ഡ്, എത്രത്തോളം ടൈം വർക്ക് ചെയ്തു, അതാണ് എന്തെന്ന് പറയുക, വേജസ് എന്ന് പറയുന്നത്. Then advantages or objectives of time rate system. Advantages or objectives of time rate system. First one, simplicity. It is very easy to measure the time spent on the job and to calculate the amount of wages earned. ഓക്കെ, അപ്പം എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതും അതുപോലെ അതിൻ്റെ ബേസിൽ എത്രത്തോളം എമൗണ്ടാണ് വേജസ് പേ ചെയ്യേണ്ടുന്നതും കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ട് എന്ത് പറയുന്നു, സിംപ്ലിസിറ്റി. സെക്കൻഡ് വൺ, സെക്യൂരിറ്റി ടു വർക്കേഴ്സ്. സെക്യൂരിറ്റി ടു വർക്കേഴ്സ്. ഇറ്റ് ഗീവ്സ് ദ വർക്കേഴ്സ് എ ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ആസ് ഹി knows in advance what will be his total remuneration at the end of the period. അപ്പം അയാൾക്ക് അറിയാൻ പറ്റും, ഞാനൊരു പർട്ടിക്കുലർ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്താൽ എനിക്ക് എത്ര രൂപ റെമ്യൂണറേഷൻ കിട്ടും എന്നുള്ളത് അത് ആർക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ പറ്റും, ആ വർക്കേഴ്സിന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുകയും ചെയ്യും, എനിക്ക് ഇത്ര രൂപ സാലറി കിട്ടും അല്ലെങ്കിൽ വേജസ് കിട്ടും എന്നൊരു ഫീൽ ആർക്കുണ്ടാവും, അങ്ങനെ ഒരു ഫീലിംഗ്, സെക്യൂരിറ്റി ഫീൽ ആർക്കുണ്ടാവും, വർക്കേഴ്സിന് ഉണ്ടാകും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആൻഡ് തേർഡ് വൺ, all workers doing similar jobs get the same rate of wages and a sense of equality prevails among the workers. അപ്പം എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും എന്ത് കിട്ടും, സെയിം വേജ് റേറ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇക്വാളിറ്റി ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം എഫിഷ്യൻ്റ് എന്നോ നോൺ എഫിഷ്യൻ്റ് എന്നോ എന്നുള്ളൊരു വേർതിരിവില്ലാതെ തന്നെ എല്ലാവർക്കും എന്തായിരിക്കും കിട്ടുക, ടൈം ഒരു ഈക്വൽ എമൗണ്ട് ആയിരിക്കും എന്തായിട്ട് കിട്ടുക, വേജസ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകാതെ, ഒരു പ്രശ്നങ്ങളുണ്ടാകാതെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്ത് പോകാനായിട്ടും സാധിക്കും. Then next one, better quality. Where the quality of product is more important than quantity, time rate is more advantageous. അത് നോക്കുക, നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ എന്ന് പറയുന്നത്, ടൈം റേറ്റ് സിസ്റ്റം. അപ്പോൾ എത്രത്തോളം ടൈം എടുത്താലും കുഴപ്പമില്ല, പ്രോഡക്റ്റിന് എന്തുണ്ടായിരിക്കണം, ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതാണ്, അതുകൊണ്ട് തന്നെ ടൈം റേറ്റ് സിസ്റ്റത്തിന് എന്താണ് ഒരു ഫോർത്ത് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്, ബെറ്റർ ക്വാളിറ്റി. ഓക്കെ, fifth advantages is less wastage. Under time rate, the workers need not speed up their operations to earn higher wages. അപ്പം അവിടെ ഹയർ വേജസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു സ്പീഡപ്പ് അവരുടെ ഓപ്പറേഷൻസ് സ്പീഡപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഹറിയപ്പ് അവിടെ ഉണ്ടാകുന്നില്ല. ഓക്കെ, അവർക്ക് ടൈം എടുത്താന്ന് വെച്ചാൽ അവർ എത്രത്തോളം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, വേജസ് കിട്ടും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാകുന്നില്ല, അവിടെ പിന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രം റോ മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ മതി. ഇപ്പം പെട്ടെന്ന് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹറി ആയിട്ട് നമ്മൾ എടുത്ത് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, വേസ്റ്റേജ് ഓഫ് മെറ്റീരിയലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ദർ വിൽ ബി ലെസ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലെസ് വെയർ ആൻഡ് ടിയർ ഓഫ് ടൂൾസ് ആൻഡ് മെഷീനറി. അപ്പോൾ ആ ഒരു സ്പീഡപ്പ് ഒന്നും ചെയ്യേണ്ടാത്തത് കൊണ്ട് സാവധാനം കാര്യങ്ങൾ ചെയ്താൽ മതി എന്നതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഉണ്ടാകുന്ന വേസ്റ്റേജസ് കുറവായിരിക്കും. അതുപോലെ ടൂൾസിനും മെഷീനറിക്ക് ഉണ്ടാകുന്ന വെയർ ആൻഡ് ടിയർ
ആ ഡിപ്രീസിയേഷനും എന്തായിരിക്കും, ലെസ് ആയിരിക്കും. ഓക്കെ, അതാണ് 5th പോയിന്റ്, ലെസ് വേസ്റ്റേജ്. ദെൻ നെക്സ്റ്റ് 6th ആണ് അഡാപ്റ്റബിലിറ്റി ആണ്. This system can be adopted all kinds of work. ഏത് ടൈപ്സ് ഓഫ് വർക്ക് ആണെങ്കിലും ഏത് മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ, ടൈം റേറ്റ് സിസ്റ്റം നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഈവൻ ഇഫ് ദ വർക്കേഴ്സ് ഡസ് എ വെറൈറ്റി ഓഫ് ജോബ്, ഹി ക്യാൻ ബി കോമ്പൻസേറ്റഡ് ഓൺ ടൈം വേജ് ബേസിസ്. അപ്പം എന്ത് പ്രത്യേകതരം വെറൈറ്റി ഓഫ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ എന്ത് സിസ്റ്റം പിന്നെ മോർ അഡ്വാൻറ്റേജസ് ആയിരിക്കും, ടൈം റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ടൈം വേജ് ബേസ് ഈസി ആയിരിക്കും. ഓർ അഡാപ്റ്റബിലിറ്റി കൂടുതലുള്ളൊരു മെത്തേഡാണ് എന്തെന്ന് പറയുക, ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. 7th important advantages or objectives is acceptable to trade unions. Labor unions always prefer time wage since this method ensure stable income to all the employees. എല്ലാ എംപ്ലോയീസിനും സ്റ്റേബിൾ ആയിട്ടൊരു ഇൻകം എൻഷുർ ചെയ്യാൻ ഏത് മെത്തേഡിന് സാധിക്കും, ടൈം റേറ്റ് സിസ്റ്റത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ലേബർ യൂണിയൻസും എന്ത് ചെയ്യാണ്, പ്രിഫർ ചെയ്യുക, ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ 8th പോയിന്റ്, എൻഷുർ മിനിമം ലിവിങ് വേജസ്. It should guarantee a minimum living wage to ensure a satisfactory standard of living. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം വേജ് എന്താണോ ആ മിനിമം വേജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. അതാണ് ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്, എൻഷുർ മിനിമം ലിവിങ് വേജസ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, watch and listen these videos carefully and write the assignment questions like what is time rate system of wage payment, then what are the advantages or objectives of time rate system. Again, what is time rate system of wage payment, then what are the advantages or objectives of time rate system.